ഹലോ, ഞാൻ സിദ്ദീഖാണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ഏതാനും ദിവസങ്ങൾ മുമ്പ് കൊച്ചിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിനെ മാതാവ് തന്നെ കൊലപ്പെടുത്തി പുറത്തേക്ക് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു സംഭവം നമ്മളൊക്കെ അറിഞ്ഞതാണ്. അപ്പം ആ ഒരു കുഞ്ഞിൻ്റെ ഭൗതിക ശരീരം പോലീസാണ് ഏറ്റുവാങ്ങി സംസ്കരിക്കുന്നത് എന്നൊരു വാർത്ത ഞാൻ 2 ദിവസം മുമ്പ് കേട്ടു. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ലേറ്റായത്. എന്തായിരുന്നാലും ആ ഒരു സംഭവം, ആ കുഞ്ഞിനെ കൊല ചെയ്ത് പുറത്തേക്ക് എറിഞ്ഞ സംഭവം നമ്മളെ കരളേൽപ്പിച്ചതാണ്. പക്ഷേ ആ കുഞ്ഞിനെ ആരാലും ഏറ്റെടുക്കാനില്ലാതെ ഈ അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെ പോലീസാണ് പോലീസും നഗരസഭയും അങ്ങനെ ബന്ധപ്പെട്ട ആളുകളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് അത് ഇപ്പം മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങി അത് ആ പിഞ്ചു കുഞ്ഞിൻ്റെ സംസ്കാരം നടത്തുന്നത്. അപ്പം ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു അന്ത്യയാത്ര ആരുമില്ലാത്തവനെ പോലെ, അല്ലെങ്കിൽ ആരുമില്ലാത്തവളെ പോലെയുള്ള ഒരു അന്ത്യയാത്ര എന്ന് പറയുന്നത് നമുക്ക് വളരെ കരളലിയിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇതേ ഒരു വാർത്ത ഡിസംബറിൽ നമ്മൾ കണ്ടതാണ്. 1.5 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ അമ്മയുടെ കാമുകൻ അവരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുമോ എന്നുള്ള ഭയത്താൽ അമ്മയുടെ സമ്മതത്തോടെ കൊല ചെയ്ത ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിലും ഇതുപോലെ അവർ രണ്ടുപേരും ജയിലിലായി. അതുകൊണ്ട് ഇതേപോലെ കേരള പോലീസാണ് ആ പിഞ്ചു പൈതലിൻ്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയത്. അതൊക്കെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ കരളലിപ്പിക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ അതിൻ്റെ വിഷ്വലുകളാണ്. അപ്പം അത് ഏത് മനസ്സിനെയും അത് കരളലിപ്പിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, എന്തിന് നമ്മളൊരു പിഞ്ചു പൈതങ്ങളെ നമ്മൾ ഇങ്ങനെ അനാഥരാക്കി ഇങ്ങനെ വിട്ടുകളയുന്നു, അല്ലെങ്കിൽ ഈ അന്ത്യയാത്ര അവരെ ഒറ്റയ്ക്ക് എന്തിനിങ്ങനെ ചെയ്യുന്നു, അവരുടെ ഈ ക്രൂരത ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പം കൊച്ചിയിൽ നടന്ന ഈ ഒരു സംഭവം ഒരു പീഡനവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയുന്നു. പക്ഷേ എന്തായിരുന്നാലും 23 വയസ്സുള്ള ലേഡിയാണ്. കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാവുന്ന ഒരാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഈ അതിജീവിത എന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ സീക്രട്ടാക്കി വെച്ച് അങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളൊരു അഭിപ്രായം 100% അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇതിൽ ആണായാലും പെണ്ണായാലും ഇതിന് തുല്യ പങ്കാളിത്തമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഇത് നന്നായിരിക്കും. പക്ഷേ ഇത്രയും സമയം ഉണ്ടായിട്ടും, ഒരു 9-10 മാസത്തോളം സമയം ഉണ്ടായിട്ടും ഈ ഒരു പെൺകുട്ടി അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുവരെ. അപ്പം എന്തായിരുന്നാലും ഈ ഒരു സംഭവത്തോട് ചേർത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നു. ഇപ്പോൾ കല്യാണം കഴിച്ചവരാണെങ്കിലും അല്ലെങ്കിലും ഇനി ഫ്രണ്ട്സ് ആണെങ്കിലും ലിവിങ് ടുഗദർ ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഒരു ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുക, അത്തരം സംഭവങ്ങളെ ആരും അങ്ങനെ സദാചാര പോലീസ് ചമഞ്ഞ് അവരുടെ പിന്നാലെ ആരും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല. അവരുടെ പാട്ടിന് പൊയ്ക്കോട്ടെ എന്നുള്ള കാഴ്ചപ്പാടുകാരനാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ബലിയാടുകളാക്കാൻ പാടില്ല. അത് ഏത് രീതിയിലായാലും, ഇപ്പോൾ ഒരു ആണും പെണ്ണും ഫിസിക്കൽ റിലേഷൻ ഉണ്ടെങ്കിൽ അതിലൊരു പ്രഗ്നൻ്റ് ആകാനും അത് ഒരു 9 മാസങ്ങൾക്ക് ശേഷം അതൊരു കുഞ്ഞായി പുറത്തു വരാനും സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് എല്ലാവരും. അപ്പം ആ ഒരു രീതിയിൽ അതിനെ ഉത്തരവാദിത്തത്തോടു കൂടി, ഏത് രീതിയിലാണെങ്കിലും ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് അതിനെ സമീപിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് ഇനിയിപ്പം ഒരു പീഡനമാണെങ്കിൽ പോലും ഒരു പീഡനം നടന്നതിന് ശേഷം ആ കുട്ടിയെ അതിൻ്റെ പാട്ടിന് വിട്ട് നമ്മളൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം
അതിന് വേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ചെയ്ത് അതല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട വൈദ്യസഹായങ്ങളോ നിയമസഹായങ്ങളോ ഒക്കെ തേടി അതിന് വേണ്ട രീതിയിൽ ആ കുട്ടിയെ കൂടെ ഒന്ന് സേഫ്റ്റി ആക്കുന്ന സംവിധാനം, ആ കുട്ടിയെ സേഫ്റ്റി ആക്കുന്നതിലൂടെ ആ ഒരു ജന്മം അവിടെ നടന്ന് ആ ജന്മത്തിനെ ഒരു കുട്ടിയെ നമ്മൾ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യേണ്ട ഒരവസ്ഥ എല്ലാവരുടെയും, ലോകത്തുള്ള എല്ലാവരുടെയും, എല്ലാ മനസാക്ഷിയുള്ളവരുടെയും മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് സംഭവങ്ങൾ എത്തിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊന്നു തള്ളേണ്ട കാര്യം ഇല്ലല്ലോ. ചെറിയൊരു അശ്രദ്ധയുടെ ഫലമാണല്ലോ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം ആ ഒരു കുഞ്ഞ് നേരിട്ട പീഡനം, അതായത് ഇപ്പം ഡിസംബറിൽ നടന്ന ആ സംഭവമാണെങ്കിലും ഇപ്പോൾ ഈ ഒരാഴ്ച മുമ്പ് നടന്ന കൊച്ചിയിൽ നടന്ന ഈ ഒരു സംഭവമാണെങ്കിലും ആ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല എന്താണ് ഞാൻ ആരാൽ ജനിച്ചു, ആരിൽ ജനിച്ചു, എവിടെ ജനിച്ചു, സ്വർഗത്തിലാണോ നരകത്തിലാണോ, അതല്ല ജനിച്ചോ മാതാവിൻ്റെ ഉദരത്തിൽ തന്നെയാണോ, ഈ സംഭവങ്ങളൊന്നും അറിയാത്ത ഈ ജനിച്ച് 1, 2, 3 മണിക്കൂറിനുള്ളിൽ ഇത്തരം പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ട് ഒരു മനുഷ്യക്കുഞ്ഞ് ഇങ്ങനെ മരണത്തിന് കീഴടങ്ങപ്പെടുക എന്ന് പറയുന്നത് വളരെ മനസ്സലിയിക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെ ഡിസംബറിൽ നടന്ന സംഭവം 1.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പലതവണ മുറിവേൽപ്പിച്ചു, മരിക്കാൻ വേണ്ടിയിട്ട് മരിച്ചു പൊയ്ക്കോട്ടെ എന്നുള്ള കണ്ടീഷനിൽ മുറിവേൽപ്പിക്കുക, പിന്നെ കാൽമുട്ടിലിടിച്ച് കൊലപ്പെടുത്തുക, മരിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിൻ്റെ ദേഹത്ത് കടിച്ചു നോക്കുക. എത്ര ലാഘവത്തോടെയാണ് ഇവരൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ ചിക്കനൊക്കെ നമ്മൾ വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കോലിട്ട് കുത്തി നോക്കുന്നൊരു സംഭവമുണ്ട്. അതുപോലെയാണ് അത്രയും ലാഘവത്തോടെയാണ് ഇവർ ഈ ഒരു കുഞ്ഞിനെയൊക്കെ ട്രീറ്റ് ചെയ്തതെന്നുള്ളതാണ്, പെരുമാറിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ എന്തായിരുന്നാലും നിയമത്തിൻ്റെ പോരായ്മ ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ആളുകൾക്ക് ഇത് തുടരെ ചെയ്യാൻ ഒരു പ്രവണത കൂടുന്നത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തായിരുന്നാലും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.